Hello friends, welcome back to my channel. Hope you're all fine by the grace of God. ഇത് കണ്ടോ, ഇതിനു മുന്നേ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു കുഴിമന്തിയുടെ ഫോട്ടോഗ്രാഫാണിത്. ഇതിനകത്ത് കാണുന്ന ഈ ബ്ലാക്ക് ലെമൺ ഉണ്ടല്ലോ, അത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം. അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഈ ബ്ലാക്ക് ലെമൺ ഉണ്ടല്ലോ, അറബിക് പ്രിപ്പറേഷൻസിലെ ഇറാനിയൻ ഡിഷസ്, യമനി ഡിഷസിലൊക്കെ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി, കാൽഷ്യം ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയും നല്ല ഒരു ഫ്ലേവറിന് വേണ്ടിയും ഒരു സോർ ടേസ്റ്റ് ഒക്കെ കിട്ടാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ നോർമൽ നാരങ്ങയേക്കാൾ കൂടുതൽ അഡ്വാൻറ്റേജസ് ഈ ബ്ലാക്ക് ലെമൺ ഉണ്ട്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അത് ബോയിൽ ആകുമ്പോൾ അതിലേക്ക് നമ്മുടെ ലെമൺ ഇട്ട് കൊടുക്കണം. കൂട്ടത്തിൽ കുറച്ച് സോൾട്ടും കൂടെ ഇട്ട് കൊടുക്കുക. 3-4 മിനിറ്റ് ഇതൊന്ന് ബോയിൽ ചെയ്യണം. ഈ ലെമണൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് മാറണം, എന്നാൽ പൊട്ടിപ്പോവാനും പാടില്ല. ലെമൺ സോഫ്റ്റ് ആയി എന്ന് കാണുമ്പോൾ നമുക്ക് ലെമൺ എല്ലാം എടുത്തിട്ട് ചിൽഡ് വാട്ടറിനകത്ത് ഇടണം. നല്ല കൂൾ വാട്ടറിനകത്ത് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് അതിലേക്കാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഈ വെള്ളത്തിൽ കിടന്ന് ഈ ലെമണൊക്കെ നന്നായിട്ട് തണുക്കും. നമ്മളിങ്ങനെ ലെമൺ ബോയിൽ ചെയ്യുമ്പോഴത്തേക്കിന് അതിൻ്റെ ആ കറയൊക്കെ ഒന്ന് പോയി ഒത്തിരി ആസിഡിക് ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി നല്ലൊരു പ്ലസൻറ്റ് ടേസ്റ്റിലേക്ക് മാറും. ഈ ലെമണൊക്കെ നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് അതിൽ വെള്ളമെല്ലാം ഒന്ന് മാറ്റണം. എന്നിട്ട് ഇത് സൺ ഡ്രൈ ചെയ്യണം. മിനിമം ഒരു 3 ദിവസം നന്നായിട്ട് ഡ്രൈ ആവുന്നിടം വരെ വെയിലിൻ്റെ ചൂടനുസരിച്ച് 3-4 ദിവസം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. വെയിൽ നന്നായിട്ട് കിട്ടുന്നിടത്ത് വെക്കുക. ടെറസിലോ ബാൽക്കണിയിലോ മുറ്റത്തോ ഒക്കെ. നന്നായി വെയിൽ കിട്ടിയാൽ 3 ദിവസം മതിയാവും, അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. ഇത് 3 ദിവസം ഡ്രൈ ചെയ്തുള്ള ലെമണാണ്. ഇനി അടുത്ത പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, നമ്മളൊരു ഫ്രൈ പാനിനകത്ത് ഇത് കുറച്ച് നേരം ഹീറ്റ് ചെയ്യുമ്പോൾ, കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ 4-5 hours എടുക്കും. നമ്മൾ സ്ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് ഹീറ്റ് ചെയ്യുന്നത്. ഇത് മൈക്രോവേവിൽ ഉണ്ടാക്കാൻ പറ്റും, എന്നാൽ അതിനേക്കാൾ കുറച്ചും കൂടെ ഈസിയും ഹാൻഡിയുമാണ് ഈ ഫ്രൈ പാനിനകത്ത് 4 hours സ്ലോ ഫ്ലെയിമിൽ ഇത് ഹീറ്റ് ചെയ്യുന്നത്. ഇത് ഒത്തിരി ടഫൊന്നുമല്ല, കാരണം നമ്മൾ രാവിലെ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ബാക്ക് ബർണറിലോട്ട് വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. കണ്ടിന്യൂസ് ഒന്നും ഇളക്കി കൊടുക്കേണ്ട. ഇപ്പോൾ ഇതൊരു 2-3 മണിക്കൂറായിട്ടുണ്ട്. 4-5 hours എടുക്കും ഇത് ശരിക്കും നല്ല ബ്ലാക്ക് കളറിലോട്ട് എത്താനായിട്ട്. പ്രത്യേകിച്ച് അറ്റൻഷൻ ഒന്നും വേണ്ട, നമ്മൾ അവിടെ കുക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 5 hours കഴിയുമ്പം ഇത് ഏകദേശം ഇതുപോലെ എത്തിയിരിക്കും. ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പം ഒരു 10-12 ഒരുമിച്ച് ഉണ്ടാക്കണം. 4-5 hours നമ്മൾ സ്ലോ ഫ്ലെയിമിൽ ടൈം എടുക്കുന്നതുകൊണ്ട് അത് ഒരുമിച്ചൊരു 10-12 ഉണ്ടാക്കുന്നത് അഡ്വാൻറ്റേജസ് ആയിരിക്കും. ഇത് പൗഡറാക്കി വെച്ച് കഴിഞ്ഞാൽ ലെമൺ ടീ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെയും യൂസ് ചെയ്യാം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇന്നാദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഉടൻ തന്നെ നമുക്ക് ഒരു നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സുഖമായും സന്തോഷമായും ഇരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.